+1 ഇക്കണോമിക്സിലെ 5-ാമത്തെ ചാപ്റ്റർ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മനുഷ്യ മൂലധന രൂപീകരണം, അതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആദ്യമായി എന്താണ് ഈ ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ മനുഷ്യ മൂലധനം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് ഭൗതിക വിഭവങ്ങളെപ്പോലെ പ്രാധാന്യമർഹിക്കുന്നതാണ് മനുഷ്യ മൂലധനവും. ഒരു രാജ്യത്ത് ലഭ്യമായ ഭൗതിക വിഭവമായ ഭൂമി, അതിനെ ഫാക്ടറി പോലുള്ള ഭൗതിക മൂലധനമാക്കി മാറ്റാൻ നമ്മൾക്ക് കഴിയും. അതുപോലെ തന്നെ ലഭ്യമായ മനുഷ്യ വിഭവത്തെ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അധ്യാപകർ തുടങ്ങിയ മനുഷ്യ മൂലധനമായി മാറ്റുവാൻ സാധിക്കുന്നു. ഇങ്ങനെ ലഭ്യമായ മനുഷ്യവിഭവം വിദ്യാഭ്യാസത്തിലൂടെയും നിരന്തരമായ പരിശീലനത്തിലൂടെയും ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ ശേഷിയും വൈദഗ്ധ്യവും കൈവരിക്കുമ്പോൾ മനുഷ്യ മൂലധനമായി മാറുന്നു. ഇപ്പോൾ നമുക്കൊരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, വിദ്യാസമ്പന്നനായ ഒരു വ്യക്തിയും അതുപോലെ നിരക്ഷരനായ ഒരു വ്യക്തിയും, അതായത് വിദ്യാഭ്യാസമില്ലാത്ത ഒരു വ്യക്തിയെയും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കാം. വിദ്യാസമ്പന്നനായ വ്യക്തിയുടെ തൊഴിൽ നിപുണത വളരെ കൂടുതലായിരിക്കും, തൊഴിൽ വൈദഗ്ധ്യം കൂടുതലായിരിക്കും. ഇത് അദ്ദേഹത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും മാത്രമല്ല രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ സഹായിക്കുകയും ചെയ്യും. അതുമാത്രമല്ല വിദ്യാഭ്യാസത്തിലൂടെ പലവിധ ഗുണങ്ങളും ലഭിക്കുന്നുണ്ട്. ഉന്നത ജീവിത നിലവാരം നേടാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനം, സമൂഹത്തിലെ മാറ്റങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് വർദ്ധിക്കുന്നു, പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് നിദാനമാകുന്നു. അതുപോലെ തന്നെ വിദ്യാസമ്പന്നരായ തൊഴിലാളികൾക്ക് ആധുനിക സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിനും കഴിയുന്നു. അപ്പോൾ എന്താണ് ഈ മനുഷ്യ മൂലധനം എന്ന് പറയുന്നത്? വിദ്യാഭ്യാസത്തിലൂടെയും പരിശീലനത്തിലൂടെയും മനുഷ്യനെ ഉൽപാദനക്ഷമതയുള്ള വിഭവങ്ങളാക്കി മാറ്റുന്നതിനെയാണ് മനുഷ്യ മൂലധനം എന്ന് പറയുന്നത്. ഹ്യൂമൻ ക്യാപിറ്റൽ ഡിഫൈൻസ് people as a capital asset which yields a stream of economic benefits over their working lifespan. മനുഷ്യ മൂലധനം എന്താണെന്ന് ചോദിച്ചാൽ എഴുതേണ്ടത്, വിദ്യാഭ്യാസത്തിലൂടെയും പരിശീലനത്തിലൂടെയും മനുഷ്യനെ ഉൽപാദനക്ഷമതയുള്ള വിഭവങ്ങളാക്കി മാറ്റുന്നതിനെയാണ് മനുഷ്യ മൂലധനം അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് രണ്ട് തരം മൂലധനത്തെക്കുറിച്ച് നമ്മൾക്കൊന്ന് നോക്കാം. ഭൗതിക മൂലധനവും മനുഷ്യ മൂലധനവും തമ്മിലുള്ള വ്യത്യാസം. ഫിസിക്കൽ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഫിസിക്കൽ ക്യാപിറ്റലിനെയാണ് നമ്മൾ ഭൗതിക മൂലധനം എന്ന് പറയുന്നത്. ഹ്യൂമൻ ക്യാപിറ്റലാണ് മനുഷ്യ മൂലധനം. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് തന്നെ ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് വ്യക്തമാക്കാം. ഭൗതിക മൂലധനത്തിന് ഉദാഹരണമായി നമ്മൾക്ക് പറയാൻ പറ്റുക, ഇപ്പോൾ ഒരു ഫാക്ടറി കെട്ടിടം, റോഡുകൾ, റെയിൽവേ ലൈനുകൾ, തുറമുഖങ്ങൾ, ഊർജ ഉൽപ്പാദന പ്ലാന്റുകൾ, അങ്ങനെ ഒരുപാട് യന്ത്രങ്ങൾ, ഇതൊക്കെ ഭൗതിക മൂലധനമാണ്. എന്നാൽ മനുഷ്യ മൂലധനത്തിന് ഉദാഹരണമായി പറയാൻ പറ്റുക, ഇപ്പോൾ അധ്യാപകർ, എഞ്ചിനീയർമാർ, സാങ്കേതിക വിദഗ്ധർ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ശാസ്ത്രജ്ഞന്മാർ, ഇതൊക്കെ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? ഇതൊക്കെ മനുഷ്യ മൂലധനമാണ്, അതായത് ഹ്യൂമൻ ക്യാപിറ്റലാണ്. അപ്പോൾ രണ്ടിൻ്റെയും എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഭൗതിക മൂലധനം, അതുപോലെ തന്നെ എന്താണ് മനുഷ്യ മൂലധനം. ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലിനും എക്സാമ്പിൾ പറഞ്ഞു. ഇനി അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് പാർട്ട്ലി എ സോഷ്യൽ പ്രോസസ്സ് എന്നാണ് പറയുന്നത്. മനുഷ്യ മൂലധനം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ പ്രോസസ്സാണ്, അതായത് സാമൂഹിക പ്രക്രിയയാണ്. എന്നാൽ ഫിസിക്കൽ ക്യാപിറ്റൽ, ഭൗതിക മൂലധനം എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇക്കണോമിക് ആൻഡ് ടെക്നിക്കൽ പ്രോസസ്സ്. ഭൗതിക മൂലധനം എന്ന് പറയുന്നത് സാമ്പത്തികവും സാങ്കേതികവുമായ ഒരു പ്രക്രിയയാണ് ഭൗതിക മൂലധനം എന്ന് പറയുന്നത്, ഫിസിക്കൽ ക്യാപിറ്റൽ. അപ്പോൾ മനുഷ്യ മൂലധനം സാമൂഹിക പ്രക്രിയയാണെങ്കിൽ ഭൗതിക മൂലധനം സാമ്പത്തിക പ്രക്രിയയാണ്. Only its service can be sold in the market.
അതായത് ഭൗതിക മൂലധനത്തിൻ്റെ സേവനങ്ങൾ മാത്രം, മനുഷ്യ മൂലധനത്തിൻ്റെ സേവനങ്ങൾ കമ്പോളത്തിൽ വിൽക്കാൻ സാധിക്കുന്നതല്ല. അതായത് മനുഷ്യ മൂലധനത്തിൻ്റെ സേവനങ്ങൾ മാത്രമാണ് കമ്പോളത്തിൽ വിൽക്കാൻ സാധിക്കുക. എന്നാൽ മനുഷ്യ മൂലധനത്തിലെ സേവനങ്ങൾ കമ്പോളത്തിൽ വിൽക്കപ്പെടുമ്പോൾ ഭൗതിക മൂലധനം തന്നെയായിരിക്കും കമ്പോളത്തിൽ വിൽക്കപ്പെടുന്നത്, മാർക്കറ്റിൽ വിൽക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഇൻസെപ്പറബിൾ ഫ്രം ഇറ്റ്സ് ഓണർ. ഭൗതിക മൂലധനം നമ്മൾക്ക് അതിൻ്റെ ഉടമയിൽ നിന്നും വേർപെടുത്താൻ കഴിയും. പക്ഷെ മനുഷ്യ മൂലധനം അതിൻ്റെ ഉടമയിൽ നിന്നും നമ്മൾക്ക് വേർപെടുത്താൻ കഴിയില്ല. അപ്പോൾ ഫിസിക്കൽ ക്യാപിറ്റൽ ഹാവ് മോർ മൊബിലിറ്റി എന്ന് പറയുന്നുണ്ട് അടുത്തത്. അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ ഓൺലി ലെസ് മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ചലന സ്വാതന്ത്ര്യമുണ്ട് ഭൗതിക മൂലധനത്തിന്. എന്നാൽ മനുഷ്യ മൂലധനത്തിന് പൂർണ്ണമായ ചലന സ്വാതന്ത്ര്യമില്ല. അത് അവിടുത്തെ ദേശീയതയെയും സംസ്കാരത്തെയും ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. മറ്റൊന്ന് ഡിപ്രീഷിയേറ്റ് വിത്ത് ഏജ്, ഡിപ്രീഷിയേറ്റ് വിത്ത് യൂസ്. ഉപയോഗിക്കും തോറും ഭൗതിക മൂലധനത്തിന് തേയ്മാനം സംഭവിക്കാം. എന്നാൽ മനുഷ്യ മൂലധനത്തിന് പ്രായം കൂടുമ്പോൾ മാത്രമാണ് തേയ്മാനം സംഭവിക്കുന്നത്. അതും ഒരു വ്യത്യാസമാണ്. അപ്പോൾ ഭൗതിക മൂലധനവും മനുഷ്യ മൂലധനവും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ പ്രധാനമായും നിങ്ങൾ എഴുതേണ്ടത് ഭൗതിക മൂലധനം അല്ലെങ്കിൽ ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ഇക്കണോമിക് പ്രോസസ്സാണ്, സാമ്പത്തിക പ്രക്രിയയാണ്. എന്നാൽ മനുഷ്യ മൂലധനം ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ പ്രോസസ്സാണ്, സാമൂഹ്യ പ്രക്രിയയാണ്. മറ്റൊന്ന് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡിപ്രീഷിയേറ്റ് വിത്ത് ഏജ്. ഹ്യൂമൻ ക്യാപിറ്റൽ പ്രായം കൂടുന്നതിനനുസരിച്ചാണ് തേയ്മാനം സംഭവിക്കുക. എന്നാൽ ഭൗതിക മൂലധനം ഉപയോഗിക്കും തോറും അതിന് തേയ്മാനം സംഭവിക്കുന്നു. മറ്റൊന്ന് ഉടമയിൽ നിന്നും വേർപെടുത്താൻ കഴിയുന്നത് ഭൗതിക മൂലധനമാണ്, ഫിസിക്കൽ ക്യാപിറ്റലാണ്. എന്നാൽ മനുഷ്യ മൂലധനം എന്ന് പറയുന്നത് ഉടമയിൽ നിന്നും വേർപെടുത്താൻ കഴിയില്ല. ഇത്രയും കാര്യങ്ങളാണ് മനുഷ്യ മൂലധനവും അതുപോലെ തന്നെ ഭൗതിക മൂലധനവും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ എഴുതേണ്ടത്. ഇനി എന്താണ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ? മനുഷ്യ മൂലധനത്തിൻ്റെ ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? അല്ലെങ്കിൽ മനുഷ്യ മൂലധന രൂപീകരണത്തെ സഹായിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? മനുഷ്യ മൂലധന രൂപീകരണം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതിനെക്കുറിച്ചാണ് നോക്കുന്നത്. മനുഷ്യ മൂലധന രൂപീകരണത്തെ സഹായിക്കുന്ന ഘടകങ്ങളാണ് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഓൺ ദ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ, ഇൻഫർമേഷൻ. അതായത് വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ പരിശീലനം, കുടിയേറ്റം, അറിവ് സമ്പാദനം. ഇങ്ങനെ 5 ഘടകങ്ങളാണ് മനുഷ്യ മൂലധന രൂപീകരണത്തിന് സഹായകമാകുന്നത്. അതായത് അതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഇതാണ്: വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ പരിശീലനം, കുടിയേറ്റം, അറിവ് സമ്പാദനം. അപ്പോൾ എന്താണ് വിദ്യാഭ്യാസം? എങ്ങനെയാണ് വിദ്യാഭ്യാസം മനുഷ്യ മൂലധന രൂപീകരണത്തെ സഹായിക്കുന്നത്? നോക്കാം. വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, അതുപോലെ തന്നെ അധ്യാപകരുടെ ലഭ്യത, സാങ്കേതികവിദ്യ തുടങ്ങിയവ ഒരു രാജ്യത്തെ ജനങ്ങളുടെ തൊഴിൽപരവും വൈജ്ഞാനികവുമായ ശേഷി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. തന്മൂലം അവരുടെ ഉൽപ്പാദനക്ഷമതയും കാര്യക്ഷമതയും വർദ്ധിക്കും. ഇത് സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും, രാജ്യത്തെ വികസനത്തിൻ്റെ പാതയിലെത്തിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന ചെലവുകൾ ഒരു രാജ്യത്തെ മനുഷ്യ മൂലധന രൂപീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉറവിടമായി നമ്മൾക്ക് കണക്കാക്കാം. അപ്പോൾ എഡ്യൂക്കേഷനിലൂടെ നമ്മൾക്ക് നേടാൻ പറ്റുന്നത് റേസസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്,
അതായത് ജീവിത നിലവാരം ഉയർത്താൻ പറ്റും. അതുപോലെ തന്നെ ഹയർ പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ പറ്റും. പിന്നെ റേസ്, സോഷ്യൽ സ്റ്റാറ്റസ്, സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനം നിലനിർത്താൻ പറ്റും. സ്റ്റിമുലേറ്റ്സ് ഡിസ്കവറീസ് ആൻഡ് ഇന്നോവേഷൻസ്, പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് പ്രചോദനമാകും. വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ചെലവുകൾ മനുഷ്യ മൂലധന രൂപീകരണത്തെ സഹായിക്കുന്നു എന്നാണ് ഇവിടെ നമ്മൾ കണ്ടത്. അതുപോലെ മറ്റൊരു ഘടകമാണ് ഹെൽത്ത്, ആരോഗ്യം. എങ്ങനെയാണ് മനുഷ്യ മൂലധന രൂപീകരണം, ഹ്യൂമൻ ക്യാപിറ്റലിനെ സഹായിക്കുന്നത്? ഒരു രാജ്യത്തിൻ്റെ വികസനം അവിടുത്തെ ആരോഗ്യമുള്ള ജനതയിലാണ് ഉള്ളത്. ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് മാത്രമേ ഉൽപ്പാദനക്ഷമത ഉണ്ടാവുകയുള്ളൂ. അനാരോഗ്യവാനും അസുഖബാധിതനുമായ ഒരു തൊഴിലാളിക്ക് എത്രമാത്രം സാങ്കേതിക വിജ്ഞാനം ഉണ്ടെങ്കിലും അവ പ്രായോഗിക തലത്തിൽ എത്തിക്കുവാൻ കഴിയില്ല. അപ്പോൾ ഒരു രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യസ്ഥിതി സംരക്ഷിക്കുന്നതിനായി ആരോഗ്യ മേഖലയിൽ നടത്തുന്ന ചെലവുകൾ മനുഷ്യ മൂലധന സ്വരൂപണത്തിൻ്റെ പ്രധാന ഉറവിടമാണ്. അപ്പോൾ ഇന്ന് തന്നെ ആരോഗ്യ മേഖലയിൽ ആരോഗ്യം നിലനിർത്തിയാൽ മാത്രമേ ഒരു രാജ്യത്തെ വികസനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആരോഗ്യ മേഖലയിൽ നടത്തുന്ന ചെലവുകളും ഏതിനെ സഹായിക്കുന്നു? ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനെ സഹായിക്കുന്നു, മനുഷ്യ മൂലധന രൂപീകരണത്തെ സഹായിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ആരോഗ്യ മേഖലയിൽ പ്രധാനമായും ഹെൽത്ത് എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത്, ആരോഗ്യ മേഖലയിലെ പ്രധാനപ്പെട്ട ചെലവുകൾ എന്ന് പറയുന്നത്, ഒന്ന് പ്രിവെൻറ്റീവ് മെഡിസിനാണ്, മറ്റൊന്ന് ക്യൂറേറ്റീവ് മെഡിസിൻ, അതുപോലെ തന്നെ സോഷ്യൽ മെഡിസിൻ. എന്താണ് ഈ പ്രിവെൻറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്? പ്രതിരോധ കുത്തിവയ്പ്പുകൾ, രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നതിനുള്ള വാക്സിനുകൾ, ഇഞ്ചക്ഷനുകൾ, ടാബ്ലറ്റുകൾ, ഇവയുടെ ഉപയോഗമാണ് പ്രതിരോധ കുത്തിവയ്പ്പുകളിൽ വരുന്നത്. പ്രിവെൻറ്റീവ് മെഡിസിൻ, രോഗം വരുന്നതിന് മുമ്പേ അതിനെ പ്രതിരോധിക്കാനുള്ള വാക്സിനുകൾ. മറ്റൊന്ന് ക്യൂറേറ്റീവ് മെഡിസിൻ, രോഗം ബാധിക്കപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കുന്നതിനുള്ള മരുന്നുകളുടെ, ചികിത്സാ സൗകര്യങ്ങളുടെയും ലഭ്യത. മറ്റൊന്ന് സോഷ്യൽ മെഡിസിൻ എന്ന് പറയുന്നത്. സോഷ്യൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക. ഇത് രോഗം അകറ്റുന്നതിന് ഇടയാക്കും. അതുപോലെ തന്നെ വ്യക്തിഗത ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഒക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കുക. അപ്പോൾ ഈ മൂന്ന് രീതിയിലൂടെയാണ് ഇന്ത്യയിലെ ആരോഗ്യ മേഖലയിൽ ചെലവുകൾ നടത്തുന്നത്. അപ്പോൾ ഇതിലൂടെ ആരോഗ്യം കൈവരിക്കാൻ കഴിയുകയും അത് രാജ്യത്തെ വികസനത്തെ സഹായിക്കുകയും ചെയ്യും എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വിദ്യാഭ്യാസത്തിനുള്ള ചെലവ് പോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നടത്തുന്ന ചെലവുകളും മനുഷ്യ മൂലധന രൂപീകരണത്തെ സഹായിക്കുന്നു എന്ന് പറയാം. മറ്റൊന്ന് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കുടിയേറ്റം, മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ആളുകൾ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ തേടി ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറ്റം നടത്താറുണ്ട്. അത് ഇൻ്റർനാഷണൽ മൈഗ്രേഷനും ആവാം, ഡൊമസ്റ്റിക് മൈഗ്രേഷനും ആകാം. അതായത് രാജ്യത്തിനകത്ത് തന്നെയുള്ള കുടിയേറ്റവുമാകാം, അല്ലെങ്കിൽ രാജ്യത്ത് ജോലി തേടി വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റവുമാകാം. ഇതിനു വേണ്ടി, ഇങ്ങനെയുള്ള യാത്രകൾക്ക് വേണ്ടി കുടിയേറ്റം നടത്തുമ്പോൾ, അതായത് കുടിയേറ്റത്തിൻ്റെ ഫലമായി യാത്രയ്ക്കുള്ള ചെലവുകൾ, അതുപോലെ തന്നെ പുതിയ സ്ഥലത്തെ ജീവിത നിലവാരത്തിനനുസരിച്ചുള്ള ചെലവുകൾ തുടങ്ങിയ അനേകം ചെലവുകൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇത്തരം ചെലവുകൾ മനുഷ്യ മൂലധന രൂപീകരണത്തെ സഹായിക്കുന്നു. കാരണം ഉയർന്ന ജോലി ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ഉന്നത ജോലി തേടി പോകുന്നവർക്ക് അവിടെ നിന്നും കിട്ടുന്ന വരുമാനം അവർ തങ്ങളുടെ രാജ്യത്തിലേക്കാണ് അയക്കുന്നത്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തെ സഹായിക്കും. അപ്പോൾ കുടിയേറ്റവും മൂലധന രൂപീകരണത്തെ സഹായിക്കുന്നതാണ്. മറ്റൊന്ന് ഓൺ ദ ജോബ് ട്രെയിനിങ്, തൊഴിൽ പരിശീലനം എന്ന് പറയാം. തൊഴിൽ പരിശീലനത്തിനുള്ള ചെലവുകൾ, അതും ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനെ സഹായിക്കുന്നു. തൊഴിലാളികളുടെ കഴിവും ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള അറിവും അവരുടെ പരിശീലനവും സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിന് സഹായകമാണ്. ആയതിനാൽ തൊഴിൽ പരിശീലനത്തിനുള്ള ചെലവുകൾ, അതായത് തൊഴിൽ ഇടങ്ങളിൽ തന്നെ ഒരു തൊഴിലെടുക്കുന്നവർക്ക് തന്നെ പലവിധ പരിശീലനങ്ങൾ കൊടുക്കാറുണ്ട്. ആ മേഖലയിൽ അവരുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതും മനുഷ്യ മൂലധന രൂപീകരണത്തിൻ്റെ ഉറവിടമാണെന്ന് നമ്മൾക്ക് പറയാൻ പറ്റും. പ്രൊവൈഡിങ് ട്രെയിനിങ് വൈൽ ഓൺ ദ ജോബ്. മറ്റൊന്ന് ഇൻഫർമേഷൻ, അറിവ് സമ്പാദനം. അപ്പോൾ അറിവ് സമ്പാദനം എന്താണെന്ന് നോക്കാം. അതായത് വിവിധ മേഖലകളിലുള്ള ജോലി സാധ്യതകളെക്കുറിച്ചും
അതിൻ്റെ ശമ്പള നിരക്കിനെക്കുറിച്ചുമുള്ള അറിവ് അനുയോജ്യമായ തൊഴിൽ തിരഞ്ഞെടുക്കുന്നതിനും നിലവിലുള്ള മനുഷ്യ മൂലധനം ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനും നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ചെലവുകൾ മനുഷ്യ മൂലധന രൂപീകരണത്തിൻ്റെ ഉറവിടമാണെന്ന് പറയാം. People spend to obtain information regarding labor market and other markets like education and health. പുതിയ ജോലി സാധ്യതകളെക്കുറിച്ചും ശമ്പളത്തെക്കുറിച്ചും ഒക്കെ ഉള്ള അറിവ് മനുഷ്യ മൂലധന രൂപീകരണത്തെ സഹായിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് മനുഷ്യ മൂലധന രൂപീകരണത്തിൻ്റെ ഉറവിടങ്ങൾ. സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഏതൊക്കെയാണ്, മനുഷ്യ മൂലധനത്തിൻ്റെ ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ 5 ഘടകങ്ങളാണ് എഴുതേണ്ടത്. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഓൺ ദ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ, ഇൻഫോർമേഷൻ. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ പരിശീലനം, കുടിയേറ്റം, അതുപോലെ തന്നെ അറിവ് സമ്പാദനം. ഈ 5 ഘടകങ്ങളിലൂടെ ഈ 5 മേഖലയിലുമുള്ള ചെലവുകളാണ് ഒരു രാജ്യത്തിൻ്റെ മനുഷ്യ മൂലധനത്തെ സഹായിക്കുന്നത്. ഇനി മേജർ ലാൻഡ്മാർക്സ് ഇൻ ദി ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. നമ്മൾക്കറിയാം, വിദ്യാഭ്യാസം നമ്മുടെ മൗലിക അവകാശമായി ഭരണഘടന നിലവിൽ വന്നത് 2002 ഡിസംബറിലാണ്. അതായത് ആർട്ടിക്കിൾ 21A പ്രകാരമാണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഭരണഘടന ഉറപ്പ് നൽകുന്നത്. അത് ഭരണഘടനയുടെ 86ാം ഭേദഗതി പ്രകാരമാണ് ഇന്ത്യയിൽ നടപ്പിൽ വരുത്തിയത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ അവകാശ നിയമം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നത് പാർലമെൻറ്റ് പാസ്സാക്കിയത് 2010 ഏപ്രിലാണ്. പിന്നെ നമ്മൾക്ക് ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങൾ, അതായത് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ മന്ത്രി കാര്യാലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മേഖലകളിലുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിക്കുകയും നീതി ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ അനേകം ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ഒന്ന് NCERT എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ NCERT എന്നൊക്കെ നിങ്ങൾ കാണും. അപ്പോൾ എന്താണ് NCERTയുടെ പൂർണ്ണരൂപം? നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. സ്കൂൾ തലത്തിലുള്ള വിദ്യാഭ്യാസത്തെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് NCERT. അതേപോലെ മറ്റൊന്നാണ് UGC, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് UGC എന്ന് പറയുന്നത്. മറ്റൊന്ന് AICTE, ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. അതായത് ഇന്ത്യയിലെ സാങ്കേതിക വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് AICTE. മറ്റൊന്ന് ICMR. ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ന്യൂസുകളിലൊക്കെ ഇപ്പോൾ കേൾക്കുന്നതാണ് ICMR എന്ന് പറയുന്നത്. എന്താണ് ICMR? ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്. ആരോഗ്യരംഗത്ത്, അതായത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന സ്ഥാപനമാണ് ICMR എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സ്ഥാപനങ്ങളാണ് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ഇനി ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഒന്ന് ഇല്ലിറ്ററസി, നിരക്ഷരതയാണ് നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. കേരളത്തിൽ സാക്ഷരത കൂടുതലാണെങ്കിലും ഇന്ത്യയിലെ മൊത്തം സാഹചര്യം എന്ന് പറയുന്നത് നിരക്ഷരരുടെ എണ്ണമാണ് കൂടുതൽ. മറ്റൊന്ന് ജെൻഡർ ഡിസ്പാരിറ്റീസ്. വിദ്യാഭ്യാസ രംഗത്തും മറ്റ് മേഖലകളെ പോലെ തന്നെ ലിംഗവിവേചനം നിലനിൽക്കുന്നുണ്ട്. ജെൻഡർ ഡിസ്പാരിറ്റീസ്, അതായത് ഇന്ത്യയിലെ സ്ത്രീ പുരുഷ സാക്ഷരതാ നിരക്ക് പരിശോധിച്ചാൽ തന്നെ ഇത് നമ്മൾക്ക് വ്യക്തമാകുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ സ്ത്രീ സാക്ഷരത പുരുഷ സാക്ഷരതയേക്കാൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ലിംഗ അസമത്വം അവിടെ നിലനിൽക്കുന്നു എന്ന് പറയാം. പല പ്രദേശങ്ങളിലെയും സ്ത്രീകളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ പുറകോട്ടാണ്. സ്ത്രീകളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അയക്കാൻ തന്നെ മടി കാണിക്കുന്ന കുറേ ജനവിഭാഗങ്ങൾ ഇപ്പോഴും ഇന്ത്യയിലുണ്ട്.
അത് ജെൻഡർ ഡിസ്പാരിറ്റിക്ക് ഒരു കാരണമാണെന്ന് പറയാം. മറ്റൊന്ന്, വിദ്യാഭ്യാസ മേഖല നേരിടുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ലോ പാർട്ടിസിപ്പേഷൻ ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എത്തിച്ചേരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അതായത് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഹയർ സ്റ്റഡീസ്, USLC കഴിഞ്ഞ ഉടനെ പഠിത്തം നിർത്തി പോകുന്ന ഒരുപാട് പേരുണ്ട്. ഇവരൊന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു ചെല്ലാത്ത കുറേ വിഭാഗങ്ങളുണ്ട്. അതും ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന വെല്ലുവിളിയായിട്ട് നമുക്ക് പറയാം. മറ്റൊന്ന്, ഹൈ റേറ്റ് ഓഫ് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ്. മാത്രമല്ല, അഭ്യസ്തവിദ്യരായ ആളുകളുടെ എണ്ണം, അതായത് തൊഴിൽ രഹിതരായ വിദ്യാസമ്പന്നരായ ആളുകളുടെ എണ്ണവും ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഇതൊക്കെയാണ്. ഒന്ന്, നിരക്ഷരത. മറ്റൊന്ന്, ലിംഗസമത്വം. പിന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള എണ്ണക്കുറവ്. അതുപോലെ തന്നെ അഭ്യസ്തവിദ്യരുടെ ഇടയിലുള്ള തൊഴിലില്ലായ്മ. ഇത്രയുമാണ് വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. അപ്പോൾ 5ാമത്തെ ചാപ്റ്ററിൽ ഇന്ത്യൻ മനുഷ്യ മൂലധന രൂപീകരണം എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.